ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറ പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പോലീസ്. അപ്രതീക്ഷിത ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. ലോക റെക്കോർഡിലേക്ക് ചുവടുവെച്ച് തൃശൂരിന്റെ മാർഗം കളി. 1200 പേർ അണിനിരുന്ന മെഗാ മാർഗം കളി അരങ്ങേറിയത് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ. കൊടകര 110 kV സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിക്ക് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ 2 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ 6 നിലപ്പന്തലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രധാന വേദിയിൽ സജ്ജമാക്കുന്നത് 8000 പേർക്കിരിക്കാവുന്ന ഓലപ്പന്തൽ. ബോൺനത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഈ മാസം 27 നടത്തുമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കൂടുതൽ കാരുണ്യത്തിന്റെ മുഖം നൽകുന്ന ബോൺനത്താലെയായിരിക്കും ഇക്കുറി നടത്തുകയെന്നും മാർ താഴത്ത്. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന മേഖലയായി മാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതി ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്നത് തുമ്പൂർമൊഴിയിൽ. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറ പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പോലീസ്. അപ്രതീക്ഷിത ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. ക്രിസ്മസ് ആഘോഷവും അവധി ദിനങ്ങളും കണക്കിലെടുക്കാതെ മുതുവറ സെന്ററിൽ ആരംഭിച്ച റോഡ് നിർമ്മാണം യാത്രക്കാരെ ദുരിതത്തിലാക്കിയത് TCV കഴിഞ്ഞ 2 ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രിസ്മസ്, പുതുവത്സരാഘോഷ ദിനങ്ങൾക്കൊപ്പം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂടി വന്നെത്തുന്നത് കണക്കിലെടുക്കാതെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വ്യാപക പരാതിക്കാണ് ഇടയാക്കിയത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഗതാഗത ക്രമീകരണം നടത്തുന്നതിനായി പോലീസിനെ പോലും അറിയിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. ഇതുമൂലം മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് പുഴയ്ക്കൽ മുതുവറ റോഡിൽ ഉണ്ടാകുന്നത്. നേരത്തെ പുഴയ്ക്കൽ മുതുവറ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പുഴയ്ക്കൽ മുതുവറ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പേരാമംഗലം SI P ലാൽകുമാർ അറിയിച്ചു. ഇത് സംബന്ധിച്ച കത്ത് പൊതുമരാമത്ത് വകുപ്പിന് ഉടൻ കൈമാറുമെന്നും SI അറിയിച്ചു. അതിനിടെ നഗരം ക്രിസ്മസ് ആഘോഷ ലഹരിയിലേക്ക് കടന്നതോടെ തൃശൂർ നഗരവും പരിസര പ്രദേശങ്ങളും ഗതാഗത കുരുക്കിലായി. അപ്രതീക്ഷിതമായുണ്ടായ കുരുക്കിൽ വാഹനയാത്രക്കാർ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. MG റോഡിൽ വൈകിട്ടുണ്ടായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് നടുവിലാൽ ജംഗ്ഷനിൽ നിന്ന് MG റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഭാഗികമായി നിയന്ത്രിച്ചാണ് കുരുക്ക് ഒഴിവാക്കിയത്. ഹൈറോഡ്, MO റോഡ്, അശ്വിനി ജംഗ്ഷൻ, വെളിയന്നൂർ റോഡ്, കോളേജ് റോഡ് എന്നിവിടങ്ങളിലും കുരുക്ക് രൂക്ഷമായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പൂങ്കുന്നം കോട്ടപ്പുറം റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ വൻ ഗതാഗതക്കുരുക്ക്. പാത ഇരട്ടിപ്പിക്കലും ട്രാക്ക് മെയിന്റനൻസും നടക്കുന്നതിനാൽ സിഗ്നൽ ലഭിക്കാതെ പല ട്രെയിനുകളും പിടിച്ചിട്ടതുമൂലം ഗേറ്റുകൾ ദീർഘനേരം അടഞ്ഞുകിടന്നതാണ് ഗതാഗതക്കുരുക്കുണ്ടാകാൻ കാരണം. ക്രിസ്മസ് പ്രമാണിച്ച് നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാനായി പലരും ഈ ലെവൽ ക്രോസുകളെയാണ് ആശ്രയിക്കുന്നത്. പൂങ്കുന്നം ലെവൽ ക്രോസിന് സമീപത്തെ കാനയുടെ പണി പൂർത്തീകരിച്ചെങ്കിലും റോഡിലെ തടസ്സങ്ങൾ നീക്കാത്തതും സുഗമമായ ഗതാഗതത്തിന് തടസ്സമായി. വരും ദിവസങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത. ലോക റെക്കോർഡിലേക്ക് ചുവടുവെച്ച് തൃശൂരിന്റെ മാർഗം കളി. ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ 1200 പേർ അണിനിരുന്ന മെഗാ മാർഗം കളിയാണ് ലോക റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത്. തൃശൂർ അതിരൂപത മാതൃവേദിയുടെ വജ്രജൂബിലിയുടെ ഭാഗമായാണ് മെഗാ മാർഗം കളി അണിയിച്ചൊരുക്കിയത്. 70 പിന്നിട്ട മുത്തശ്ശിമാരടക്കം പ്രായഭേദമേനെ അമ്മിച്ചിമാരും പെൺകൊടികളും മെഗാ മാർഗം കളിയിൽ അണിചേർന്നപ്പോൾ ലൂർദ് ദേവാലയാങ്കണത്തിൽ ചരിത്രമുഹൂർത്തം പിറവിയെടുക്കുകയായിരുന്നു. 646 പേർ പങ്കെടുത്ത നിലവിലെ റെക്കോർഡ് മറികടന്ന പ്രകടനം വീക്ഷിക്കാൻ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയിരുന്നു. ഇവരുടെ നിബന്ധനകൾക്ക് വിധേയമായി ഓരോരുത്തർക്കും പ്രത്യേക കോഡ് നമ്പർ നൽകി വിലയിരുത്തിയ ശേഷമായിരുന്നു റെക്കോർഡ് പ്രകടനം അരങ്ങേറിയത്. തൃശൂരിലെ വിവിധ ഇടവകകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരികൾ 3 മാസമായി നടത്തിയ ചിട്ടയാർന്ന പരിശീലനത്തിന് ശേഷമായിരുന്നു മെഗാ മാർഗം കളി ഒരുക്കിയത്. അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വിളക്ക് കൊളുത്തി മാർഗം കളി ഉദ്ഘാടനം ചെയ്തു.
മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ കലാരൂപമായ മാർഗംകളിയുടെ തനിമ കൈവിടാതെ 1200 പേരും ചട്ടയും മുണ്ടും മേക്കാമോതിരവും കാൽത്തളയുമെല്ലാം അണിഞ്ഞ് മാർഗംകളിയിൽ അണിചേർന്നു. റെക്കോർഡ് സ്ഥാപിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അധികൃതർ ചടങ്ങിൽ സമ്മാനിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് പാപ്പമാരെ അണിനിരത്തിയ ബോൺനാത്താലെ ക്രിസ്മസ് ഘോഷയാത്രയുടെ റെക്കോർഡിനൊപ്പം അതിരൂപതയ്ക്ക് പുതിയ നേട്ടം സമ്മാനിച്ചുകൊണ്ടാണ് മെഗാ മാർഗംകളി സമാപിച്ചത്. ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ ഡെന്നി താണിക്കൽ, ബീന ജോഷി, മേഴ്സി വർഗീസ്, ജൂലി ബാബു, ഷെജി നിക്സൺ എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. കഴിഞ്ഞ രാത്രി മറ്റത്തൂർക്കുന്നിലെ കാവനാടുള്ള കുടകര 110 kV സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിക്ക് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തും. പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 1.5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് KSEB അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് 2 കോടിയിലധികം വരുമെന്നാണ് വിലയിരുത്തൽ. സബ്സ്റ്റേഷനിലെ 12.5 MVA ശേഷിയുള്ള 2 ട്രാൻസ്ഫോർമറുകളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിച്ച ട്രാൻസ്ഫോർമറിന് മാത്രം 90 ലക്ഷത്തിലധികം വിലയുണ്ട്. ഈ ട്രാൻസ്ഫോർമറിന്റെ നിർമ്മാതാക്കളായ വടക്കേ ഇന്ത്യൻ കമ്പനിയിലെ വിദഗ്ധർ അടുത്ത ദിവസം കൊടകരയിലെത്തി പരിശോധന നടത്തിയ ശേഷമേ ഈ ട്രാൻസ്ഫോർമർ റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പിക്കാനാകൂ. സബ്സ്റ്റേഷനിലെ യാർഡിന് സമീപത്തുള്ള കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 11 kV പാനൽ സെറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു. അനുബന്ധ കേബിളുകളും കത്തിനശിച്ചു. സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള നന്ദിപുരം, മറ്റത്തൂർ, പേരാമ്പ്ര, നെല്ലായി ഫീഡറുകളിൽ സമീപ സബ്സ്റ്റേഷനുകളിൽ നിന്ന് ബാക്ക് ഫീഡിംഗ് അറേഞ്ച്മെന്റ് വഴിയാണ് ഇപ്പോൾ വൈദ്യുതി എത്തിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് സബ്സ്റ്റേഷൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KSEB ട്രാൻസ്മിഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PD സിദ്ധാർത്ഥൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ P സേതുമാധവൻ, AN രാധ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിപ്രസാദ് നാരായണൻ തുടങ്ങിയവർ വെള്ളിയാഴ്ച സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച കൊടകരയിൽ വിളിച്ചു ചേർത്തിട്ടുള്ള എഞ്ചിനീയർമാരുടെ യോഗത്തിൽ നോർത്ത് മേഖല ചീഫ് എഞ്ചിനീയർ ജെയിംസ് ഡേവിഡ് പങ്കെടുക്കും. സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ബാക്ക് ഫീഡിംഗ് അറേഞ്ച്മെന്റ് വഴി വൈദ്യുതി എത്തിക്കുന്നതിനാൽ സബ്സ്റ്റേഷൻ പരിധിയിലുള്ളവർ രാത്രി 6-നും 10-നും ഇടയിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്ന് KSEB അധികൃതർ അഭ്യർത്ഥിച്ചു. അല്ലാത്തപക്ഷം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അധികൃതർ സൂചന നൽകി. TCV കൊടകര. മടങ്ങിവരാം, ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ 6 നില പന്തലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. 8000 പേർക്കിരിക്കാവുന്ന ഓലപ്പന്തലാണ് ഇവിടെ സജ്ജമാക്കുന്നത്. കലോത്സവത്തിന്റെ പ്രധാന വേദി തേക്കിൻകാട് മൈതാനത്തിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് തയ്യാറാക്കുന്നത്. 16 തവണ കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണം നടത്തി പരിചയസമ്പന്നനായ ചെറുതുരുത്തി സ്വദേശി ഉമ്മാർ പടപ്പാണ് വേദികളുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. പ്രധാന വേദി മാത്രം ഓല കൊണ്ട് മേയുന്നതാണ് പതിവ്. ഇതിനായി 400 കെട്ട് മെടഞ്ഞ ഓല പൊന്നാനിയിൽ നിന്നാണ് സംഘടിപ്പിച്ചത്. 40,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന പ്രധാന വേദിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കലോത്സവത്തിനായി 10ഓളം വേദികളാണ് ഉമ്മറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത്. ഈ മേഖലയിൽ 30 വർഷത്തെ പരിചയസമ്പത്തുള്ള ഉമ്മറിന്റെ കീഴിൽ 120 പേരാണ് കലോത്സവ വേദികൾ അണിയിച്ചൊരുക്കുന്നത്. പ്രധാന വേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ പിന്നെ അലങ്കാര പണികളാണ് ബാക്കിയുള്ളത്. തൃശൂർ പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചിഹ്നങ്ങളും മുഖ്യവേദിയെ അലങ്കരിക്കും. ഒപ്പം തൃശൂരിലെയും മലയാളത്തിലെയും സാംസ്കാരിക നായകന്മാരും പ്രധാന വേദിയിൽ ഇടം പിടിക്കും. പ്രധാന വേദിയുടെയും സമീപത്ത് മാധ്യമങ്ങൾക്കായി സജ്ജമാക്കുന്ന പവലീനുകളുടെയും നിർമ്മാണം അഡീഷണൽ DPI ജെസ്സി ജോസഫിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രധാന വേദിയുടെ പ്രവേശന കവാടത്തിന്റെ കാൽനാട്ട് കർമ്മവും നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ K സുമതി, പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത്, ശ്രീകുമാർ, സ്റ്റേജ് ആൻഡ് പന്തൽ കൺവീനർ KA വർഗീസ്, കമലാദേവി, ജോബി ജോർജ് എന്നിവരും സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനാത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഈ മാസം 27-ന് നടത്തുമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രിമാരായ AC മൊയ്തീൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മതമേലധ്യക്ഷന്മാർ, MP, MLA, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കും. തുടർന്ന് വൈകിട്ട് 7:30 സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിശിഷ്ടാതിഥികളും പങ്കെടുക്കും. 70 ഇടവകകളിൽ നിന്നായി 5000-ഓളം പാപ്പാമാർ ഫ്ളാഷ് മോബ് അവതരിപ്പിക്കും. ഫാൻസി ഡാൻസ്, സാമൂഹ്യ സമകാലിക വിഷയങ്ങളും ബൈബിൾ സന്ദേശങ്ങളും അടങ്ങിയ 20ഓളം നിശ്ചല ദൃശ്യങ്ങൾ, പൊയ്ക്കാൽ പാപ്പമാർ, പറക്കുന്ന മാലാഖമാർ, വീൽചെയറിൽ ഭിന്നശേഷിക്കാരായ പാപ്പമാർ,
ഉണ്ണിയേശുവിന് വഹിച്ചുകൊണ്ടുള്ള രഥം തുടങ്ങി നിരവധി ഇനങ്ങൾ ഘോഷയാത്രയിൽ അണിചേരും. ഈ വർഷത്തെ ബോൺ നത്താലയോടനുബന്ധിച്ച് പാവപ്പെട്ടവർക്ക് സ്ഥലം ഉൾപ്പെടെ 5 വീടുകൾ പണിതു നൽകും. ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കാരുണ്യത്തിന്റെ മുഖം നൽകുന്ന ബോൺ നത്താലയായിരിക്കും ഇതെന്ന് ഓഖി ദുരന്തം അനുഭവിക്കുന്നവർക്ക് തൃശൂർ അതിരൂപത ആദ്യ ഗഡുവായി 20 ലക്ഷം രൂപ നൽകിയെന്നും മാർ താഴത്ത് പറഞ്ഞു. ബോൺ നത്താലെ ചെയർമാൻ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി, വർക്കിംഗ് ചെയർമാൻ ഫാദർ വർഗീസ് കരിപ്പേരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമൽ, കൗൺസിലർ ജോർജ് ചാണ്ടി തുടങ്ങിയവരും ബിഷപ്പ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന മേഖലയായി മാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിൽ ആദ്യമായി തുമ്പൂർമൊഴിയിൽ ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളവുമായി തുമ്പൂർമൊഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ എളുപ്പം കടന്നുപോകാനാവില്ല. ഇവർക്കെല്ലാം പിടിവീഴുകയാണ്. കർശന പരിശോധനയ്ക്ക് വിധേയരാകുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് പ്രവേശന കവാടത്തിൽ വെച്ചു തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ പിടിച്ചുവാങ്ങും. ആധുനിക സംവിധാനത്തിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം ടൂറിസം വകുപ്പ് ഇവിടെ സൗജന്യമായി നൽകും. ഗാർഡനിലെ 3 ഇടങ്ങളിൽ RO ട്രീറ്റ്മെന്റ് നടത്തിയ കുടിവെള്ളം യഥേഷ്ടം കുടിക്കാനാകും. ആരോഗ്യ കാരണങ്ങളാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുന്നവരെ നിരാശപ്പെടുത്തിവിടില്ല. ഇവരിൽ നിന്ന് 20 രൂപ വാങ്ങുകയും കുപ്പികളിൽ പ്രകൃതി സംരക്ഷണ വാചകം ആലേഖനം ചെയ്ത ലേബൽ പതിപ്പിക്കുകയും ചെയ്യും. തിരിച്ചു വരുമ്പോൾ കുപ്പി തിരികെ കാണിക്കുന്നവർക്ക് മുൻകൂറായി വാങ്ങിച്ച രൂപ മടക്കി നൽകും. ഇതിലൂടെ പ്രകൃതിദത്തമായ ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കാനാവുമെന്നാണ് തുമ്പൂർമൊഴി DMC അധികൃതരുടെ പ്രതീക്ഷ. ഇതോടൊപ്പം പ്ലാസ്റ്റിക് അടങ്ങുന്ന മറ്റവശിഷ്ടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സംവിധാനമൊരുക്കുന്നുണ്ട്. തുമ്പൂർമൊഴിയിൽ ഇനി മുതൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കളർ കോഡ് ബിന്നുകളിലായിരിക്കും. ചുവപ്പ് കുട്ടയിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഇടുന്നതിന് നിർദ്ദേശിക്കും. നീലയിൽ കടലാസ് ഇനങ്ങളും പച്ചയിൽ ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് ഇടേണ്ടത്. പ്ലാസ്റ്റിക് സാധനങ്ങൾ തരംതിരിച്ച് കയറ്റി അയക്കും. ഭക്ഷണ ഇനങ്ങളും ചിലതരം കടലാസുകളും സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാനാണ് പദ്ധതി. ആവശ്യക്കാർക്ക് വളം വാങ്ങുകയും ചെയ്യാം. കുട്ടയിൽ വീഴുന്ന തുണിയും മറ്റും പ്രത്യേക സ്ഥലത്ത് കത്തിച്ചു കളയും. കുപ്പികളിൽ പതിക്കുന്ന ലേബലുകളും വേസ്റ്റ് കുട്ടകളുമെല്ലാം തയ്യാറായി കഴിഞ്ഞെന്ന് DMC എക്സിക്യൂട്ടീവ് ഓഫീസർ മനീഷ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ശുദ്ധജലം ഇവിടെ തന്നെ ലഭ്യമാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ നടപ്പിൽ വരുത്തുകയാണ്. അതോടൊപ്പം കുപ്പിവെള്ളം, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കർശനമായിട്ട് ഗാർഡനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മൾ തടയുന്നു. BD ദേവസ്വം MLA ചെയർമാനായുള്ള മാനേജ്മെന്റ് കമ്മിറ്റി ടൂറിസം വകുപ്പിൽ പ്രത്യേകം സമ്മർദ്ദം ചെലുത്തിയാണ് പ്ലാസ്റ്റിക് മുക്ത തുമ്പൂർമൊഴി പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. TCV ചാലക്കുടി. പൂപ്പത്തിയിൽ CPI പ്രവർത്തകൻ ദിനേശൻ മരിക്കാനിടയായ സംഭവത്തിൽ ബന്ധുവായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ദിനേശന്റെ ഇളയച്ഛന്റെ മകൻ വാണിയമ്പിള്ളി 20 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മാള ബസ് സ്റ്റാൻഡിൽ നിന്ന് ജിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ദിനേശന്റെ മരണശേഷം ജിഷ്ണു പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പൂപ്പത്തിയിൽ കഴിഞ്ഞ 9-ന് നടന്ന സംഘടനത്തിൽ പരിക്കേറ്റ വാണിയമ്പിള്ളി പരേതനായ ഹരിദാസിന്റെ മകൻ ദിനേശൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഈ സംഭവത്തിൽ 7 പേരെ പിറ്റേന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ കണ്ടാൽ അറിയാവുന്ന ഏതാനും പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. സംഘർഷത്തിൽ പങ്കെടുത്തവരാണെന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇനിയും ചിലരെ പിടികൂടാൻ ഉണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ അറസ്റ്റിലായവരിൽ പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും കൈമാറുന്നവരുമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് അനിഷ്ട സംഭവമുണ്ടായ സാഹചര്യത്തിൽ താമ്പൂല പ്രശ്നം നടത്തി. ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച് തന്ത്രി ചേനാസ് ഹരിനമ്പൂതിരിപ്പാടിന് ദക്ഷിണ നൽകിയ ശേഷമാണ് രാശി പ്രശ്നം ആരംഭിച്ചത്. ദൈവജ്ഞൻ കൂട്ടനാട് രാവുണ്ണി പണിക്കർ, എടക്കളത്തൂർ പുരുഷോത്തമ പണിക്കർ എന്നിവരാണ് പ്രശ്നചിന്ത നടത്തിയത്. പ്രശ്നചിന്ത ക്ഷേത്ര വടക്കേ നടയിലുള്ള പഴയ പ്രസാദ കൗണ്ടർ ഹാളിലായിരുന്നു. ഭരണാധികാരികൾ ഭക്തജനങ്ങളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നില്ലെന്നും ഭക്തജനങ്ങളെ ശ്രദ്ധിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും ദൈവജ്ഞർ അഭിപ്രായപ്പെട്ടു. 10 വർഷത്തിലേറെയായി ക്ഷേത്ര ആചാര്യനായ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില അശ്രദ്ധകൾ ഉള്ളതായും ഇത് ദൈവകോപത്തിന് കാരണമായിട്ടുണ്ടെന്നും ദൈവജ്ഞർ പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ വിദഗ്ധമായ അഷ്ടമംഗല്യ പ്രശ്നം നടത്തണമെന്നും ദൈവജ്ഞർ നിർദ്ദേശിച്ചു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു താമ്പൂല പ്രശ്നം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ദർശനം നടത്താൻ വരി നിൽക്കാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നും പശുക്കളെ സംരക്ഷിക്കാൻ ക്ഷേത്രത്തിനോട് ചേർന്ന് ഗോകുലം നിർമ്മിക്കണമെന്നും താമ്പൂല പ്രശ്ന പരിഹാരത്തിനായി ദൈവജ്ഞർ നിർദ്ദേശിച്ചു. തർക്കങ്ങൾ ഒഴിവാക്കി ഭക്തജനങ്ങളെ സഹകരിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. ക്ഷേത്രം ഊരാളൻ, ഭരണസമിതി അംഗങ്ങൾ, ഭക്തർ എന്നിവർ ചേർന്ന് വെള്ളിക്കുടം സമർപ്പിച്ച് കൂട്ടപ്രാർത്ഥന നടത്തി പ്രായശ്ചിത്തം ചെയ്യണം. 1 ചരക്ക് പായസം നിവേദിച്ച് ഭക്തർക്ക് വിതരണം നടത്തണം. ഭഗവതിക്കെട്ടിൽ മഹാമൃത്യുഞ്ജയ ഹോമം, 7 ദിവസം ഭഗവതി സേവ, വിശേഷാൽ പൂജ, 12,000 ഒരു മൂലമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, ശാസ്താവിന് ദ്രവ്യകലശം, ഗണപതിക്ക് വിശേഷാൽ പൂജ എന്നിവ നടത്തണമെന്നും നിർദ്ദേശിച്ചു. ശിവേലിക്ക് ഭക്തർ നാമജപത്തോടെ ഭഗവാനെ അനുഗമിക്കുന്നത് അനുവദിക്കണമെന്നും ദൈവജ്ഞർ അറിയിച്ചു.
മൂർക്കനാട് ആലുംപറമ്പ് പരിസരത്ത് നിന്ന് കഞ്ചാവുമായി 2 യുവാക്കളെ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ MO വിനോദും സംഘവും അറസ്റ്റ് ചെയ്തു. കിഴുത്താണി വീട്ടിൽ അക്ഷയ്, കൊല്ലയിൽ വീട്ടിൽ സേതു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തുന്നതിനിടയിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KA ജയദേവന് കൈക്ക് പരിക്കേറ്റു. ജയദേവനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. CPMമാരായ MP ജീവേഷ്, KA ബാബു, AS സരസൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചേർപ്പ് പെരുവനംചിറയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂച്ചിനിപ്പാടം വടക്കേടത്ത് വീട്ടിൽ വേലായുധൻ മകൻ 22 വയസ്സുള്ള ബിനീഷാണ് മരിച്ചത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെയും BJP പ്രവർത്തകന്റെയും വീടിന് നേരെ കല്ലേറ്. BJP പ്രവർത്തകൻ വെള്ളൂർ കുപ്പം ബസാർ സ്വദേശി ഷെറിന്റെ വീടിന് നേരെ വ്യാഴാഴ്ച രാത്രിയിലാണ് കല്ലേറ് നടന്നത്. കല്ലേറിൽ ജനൽച്ചില്ല് തകർന്നു. CPM മാണിയംകാവ് ബ്രാഞ്ച് സെക്രട്ടറി ഷിഹാബിന്റെ വീടിന് നേരെ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് കല്ലേറ് നടന്നത്. ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 പേരാണ് കല്ലെറിഞ്ഞത്. കല്ലേറിൽ ജനൽച്ചില്ലുകൾ തകർന്നിട്ടുണ്ട്. പുത്തഞ്ചിറയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും തർക്കങ്ങളുണ്ടായിരുന്നു. തുടർച്ചയായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും സമഗ്രമായി അടയാളപ്പെടുത്തി തൃശൂർ സാന്ദീപനി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ശ്രദ്ധേയമായി. പഠനത്തിനൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന തൃശൂർ കുറ്റുമുക്കിലെ സന്ദീപനി വിദ്യാനികേതൻ തങ്ങളുടെ മികവിന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന പ്രദർശനവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയത്. പ്രൈമറി തലം മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ കൈകോർത്ത വേറിട്ടൊരു പ്രദർശനമാണ് സ്കൂളിൽ അരങ്ങേറിയത്. കേരളത്തിലെ 14 ജില്ലകളെയും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളെയും തനത് രീതിയിൽ പുനരവതരിപ്പിച്ച വിദ്യാർത്ഥികൾ സ്വന്തം കലാസൃഷ്ടികളും മാറ്റളക്കലിനായി പ്രദർശിപ്പിച്ചപ്പോൾ അതിസമ്പന്നമായ മേള ഏവരിലും കൗതുകം സമ്മാനിച്ചു. ചരിത്രവും സവിശേഷമായ സംസ്കാരവും ഭാഷയും ഭൂപ്രകൃതിയും ഭക്ഷണവും വസ്ത്രരീതിയുമെല്ലാം സവിസ്തരിച്ചാണ് വിദ്യാർത്ഥികൾ ഓരോ ജില്ലയെയും സംസ്ഥാനങ്ങളെയും പരിചയപ്പെടുത്തിയത്. ചെറുവിവരണങ്ങളും ലേഖനങ്ങളുമായി മേളയിലുടനീളം സജീവ സാന്നിധ്യമറിയിച്ച വിദ്യാർത്ഥികളുടേതായി ചിത്രരചനകളും തെർമോകോളിലും ചിരട്ടയിലും കളിമണ്ണിലുമെല്ലാമായി ഉടലെടുത്ത സൃഷ്ടികൾ കൂടി നിരന്നതോടെ പ്രദർശനത്തിന്റെ മാറ്റും കൂടി. പാഠപുസ്തകത്തിനുമപ്പുറം സ്വന്തം കലാഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനും സ്വദേശത്തെക്കുറിച്ചുള്ള അവബോധവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും നമ്മളുടെ കേരളത്തെ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് എന്നൊരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സും ഓരോ ജില്ലയെ അഡോപ്റ്റ് ചെയ്തിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള പ്രത്യേകത നമ്മളെ അറിയിച്ചിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവർ ഇന്ത്യയിൽ 29 സ്റ്റേറ്റ്സ് അഡോപ്റ്റ് ചെയ്ത് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ എക്സിബിഷൻ മൂലം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കണ ഉപരി അവർ സ്വന്തം റിസർച്ച് ചെയ്ത് എക്സിബിറ്റ് ചെയ്തത് കാരണം അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപും ഇത്തരത്തിൽ നദികളെയും മറ്റും മുഖ്യ വിഷയമാക്കി വിദ്യാർത്ഥികളുടെ പ്രത്യേക എക്സിബിഷൻ സ്കൂൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മികവിന് പൂർണ്ണ പിന്തുണയുമായി അണിനിരുന്ന അധ്യാപകരുടെ കലാസൃഷ്ടികളും മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. സ്കൂളിൽ സംഘടിപ്പിച്ച പ്രദർശനം വീക്ഷിക്കാൻ രക്ഷിതാക്കളടക്കമുള്ള നിരവധി പേരാണ് എത്തിയത്. TCV തൃശൂർ. ഇടവേള കഴിഞ്ഞ് ക്രിസ്മസ് വിശേഷങ്ങൾ. വാർത്തകളിലേക്ക്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം 2 കിലോ കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാരാരിക്കുളം കഞ്ഞിക്കുഴി സ്വദേശി കണ്ണാർക്കോട്ട് സാജൻ ബാബുവാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി CI PS സുരേഷ്, ചെറുതുരുത്തി SI PK പത്മരാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആഘോഷ ദിവസങ്ങൾ കണക്കിലെടുത്ത് ലഹരി വസ്തുക്കളുടെ പരിശോധന കർശനമാക്കിയതായി പോലീസ് പറഞ്ഞു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. ആലുവ കടങ്ങല്ലൂർ പതിയാരിൽ അഭിരാമാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 741 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി SI KC രതീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. തൃക്കുലശേഖരപുരത്ത് രവീന്ദ്രന് 97ാം വയസ്സിൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടി. സാങ്കേതിക കാരണങ്ങൾ പലവട്ടം
തടസ്സപ്പെടുത്തിയ പെൻഷൻ വാർഡ് കൗൺസിലർ MK സഗീർ ഇടപെട്ടാണ് ലഭ്യമാക്കിയത്. രവീന്ദ്രന്റെ വീട്ടിലെത്തി 3 മാസത്തെ പെൻഷൻ തുക കൈമാറി. കൗൺസിലർമാരായ MK സഗീർ, KP ശോഭ, CDS ചെയർപേഴ്സൺ EJ ഹീര തുടങ്ങിയവർ പങ്കെടുത്തു. ഇടമുട്ടം കഴിമ്പ്രത്ത് വീട് കത്തിനശിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 12 പേരടങ്ങുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിമ്പ്രം സ്കൂളിന് വടക്ക് കാരയിൽ തെക്കൂട്ട് ഗംഗാധരന്റെ വീടാണ് കത്തിനശിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. അലമാരകൾ, ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മലപ്പാട് SI ER ബൈജുവിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. 5 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന് ഇക്കുറി മറുനാടൻ സംഘത്തിന്റെ സാന്താക്ലോസ് മുഖംമൂടികൾ. ചാലക്കുടിയിലെ ദേശീയപാതയിലാണ് സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന രാജസ്ഥാൻ സംഘത്തിന്റെ ക്രിസ്മസ് കച്ചവടം പൊടിപൊടിക്കുന്നത്. തൊപ്പിയും മുഖമൂടിയുമാണ് ഇവരുടെ കച്ചവടം. 2 മടങ്ങുന്ന ഒരു ജോഡിക്ക് 50 രൂപയാണ് വില. ദേശീയപാതയിൽ വാഹനയാത്രക്കാർ ട്രാഫിക് സിഗ്നലിൽ കിടക്കുന്ന നിമിഷങ്ങളിൽ കണ്ണും നട്ടുള്ള കച്ചവടത്തിൽ കേരളത്തിലെ പൊള്ളുന്ന വെയിലൊന്നും മരുഭൂമിയുടെ നാട്ടിൽ നിന്നെത്തിയ നാടോടികൾക്ക് പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും കീശ നിറയ്ക്കണമെന്ന ലക്ഷ്യമേ അവർക്കുള്ളൂ. ഇതിനായി തിങ്ങി നിറയുകയും പെട്ടെന്ന് ഓടിമറയുകയും ചെയ്യുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഇവർ ചാട്ടുളി പോലെ പായുകയും ചെയ്യുന്നു. ഒരു കൗതുകത്തിനെങ്കിലും പലരും ഈ ക്രിസ്മസ് സാമഗ്രികൾ വാങ്ങുന്നുണ്ട്. ക്രിസ്മസ് കച്ചവടത്തിന് മാത്രമായല്ല രാജസ്ഥാനികൾ കേരളത്തിലെത്തിയത്. 1 പതിറ്റാണ്ടുകളായി ഇവിടെ തമ്പടിക്കുന്ന ഇവർ ഇതിനകം ഇത്തരം നിരവധി കച്ചവടങ്ങൾ നടത്തി പണം സമ്പാദിച്ചിട്ടുമുണ്ട്. ഇക്കുറി ക്രിസ്മസ് പപ്പയിൽ എത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ വരുമാനത്തിൽ തെല്ലും കുറവില്ലെന്ന് ഇവർ പറയുന്നു. ദമ്പതികളായാണ് ഇവർ ഓരോ ഇടങ്ങളിലും തങ്ങുന്നത്. മക്കളും മറ്റും സ്വന്തം നാട്ടിലും. ക്രിസ്മസ് ദിനരാത്രങ്ങളുടെ കുളിരുള്ള വേളകളും ചുട്ടുപൊള്ളുന്ന വെയിലും വകഞ്ഞുമാറ്റി ഇവർ ക്രിസ്മസ് ആവേശം മാലോകർക്ക് പകരുന്ന ദൗത്യം തുടർന്നു പോരുകയാണ്. TCV ചാലക്കുടി. സംഗീതവും നൃത്തവുമെല്ലാം സമന്വയിച്ച് നടന്ന തൃശൂർ രാമവർമ്മപുരം വൃദ്ധസദനത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി. വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് ജീവിതയാത്രയിൽ സഹായിയായി ഒപ്പം കൂടിയ വാക്കറിന്റെ ബലത്തിൽ കാർത്യായനിയമ്മ പാടിയ പൂമരം പാട്ടും യുവത്വത്തിന്റെ തരംഗമായി തീർന്ന ജിമിക്കി കമ്മലുമെല്ലാം രാമവർമ്മപുരം ഗവൺമെന്റ് വൃദ്ധസദനത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ചുവന്ന ബ്ലൗസും സെറ്റ് സാരിയും ക്രിസ്മസ് തൊപ്പിയും അണിഞ്ഞെത്തിയ അമ്മമാർ ആഘോഷവേളയുടെ താരങ്ങളായി മാറിയപ്പോൾ ജീവിതം സമ്മാനിച്ച ഒറ്റപ്പെടലുകളെ പാട്ടും കൂട്ടും സന്തോഷവുമായി അവർ പങ്കുവച്ചാഘോഷിച്ചു. കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും ആഘോഷവേളയിലേക്ക് വിരുന്നെത്തിയ കുട്ടികളും മുതിർന്നവരും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമൊപ്പം സൗഹൃദം പങ്കുവച്ചുമായിരുന്നു അമ്മമാർ സന്തോഷ ആഘോഷ നിമിഷങ്ങൾ ആസ്വദിച്ചത്. ചിൽഡ്രൻസ് ഹോം, പ്രത്യാശാ ഭവൻ, മഹിളാ മന്ദിരം, ആശാഭവൻ എന്നിവരുടെയെല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് വൃദ്ധസദനത്തിലെ ക്രിസ്മസ് ആഘോഷം നടന്നത്. IG അജിത് കുമാറാണ് കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നടൻ വെട്ടുകിളി പ്രകാശ് കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ സുലക്ഷണ, വൃദ്ധസദനം സൂപ്രണ്ട് പ്രതാപ് കുമാർ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. പാപ്പാ ഡാൻസും കരോൾ ഗാനങ്ങളും പാട്ടും നൃത്തവുമെല്ലാമായി തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. ശക്തൻ തമ്പുരാൻ കോളേജ് ക്യാമ്പസിൽ നടന്ന ക്രിസ്മസ് ആഘോഷം കോളേജ് ഡയറക്ടറും പ്രിൻസിപ്പളുമായ അജിത് കുമാർ രാജ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ട്രീയും സ്നേഹത്തിന്റെയും നന്മയുടെയും വരവറിച്ച് ക്രിസ്മസ് പാപ്പമാരും വർണ്ണം നിറഞ്ഞ അലങ്കാരങ്ങളുമെല്ലാമായി ക്രിസ്മസ് ആഘോഷം ക്യാമ്പസിനെ ഇളക്കി മറിച്ചു. വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങളും ഡാൻസുമെല്ലാം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ആഹ്ലാദം കൊണ്ട് നിറച്ച ഉണ്ണി നീ എന്താ വരാത്തേ എന്ന നൃത്തശില്പം ആഘോഷങ്ങളെ സന്തോഷത്തിന്റെ പാരമതിയിലെത്തിച്ചു. കോളേജിലെ അധ്യാപകർ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസാ ഗാനങ്ങളോടെയുമാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. കോളേജ് ഡയറക്ടറും പ്രിൻസിപ്പളുമായ അജിത് കുമാർ രാജ
ഡയറക്ടർ ജോജു തരകൻ, അധ്യാപകനായ കെ ജയകുമാർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. നാട്ടിൽ സമാധാനം ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കുമാണെന്ന കാര്യം CPM മറക്കരുതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂരിലെ ആനന്ദ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും സംഭവത്തിൽ CPM നേതാക്കളെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുമായി ആജീവനാന്ത സമാധാന കരാറിലൊന്നും BJP ഒപ്പുവച്ചിട്ടില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വേണ്ടിവന്നാൽ ആനന്ദ് വധം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കും. ആനന്ദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ ചട്ടിയും കലവുമായി പോലീസ് സ്റ്റേഷൻ പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, മധ്യമേഖലാ പ്രസിഡന്റ് PM ഗോപിനാഥൻ, മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചുവല്ലൂർപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കണ്ടാണശ്ശേരി കുളത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജലപീരങ്കി ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും ക്രമീകരിച്ചിരുന്നു. നടുറോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചതുമൂലം തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എറണാകുളം മുനമ്പം കോവിലകത്തും കടവ് കുന്നേൽ വീട്ടിൽ രതീഷാണ് അറസ്റ്റിലായത്. ആന ഏജന്റായ രതീഷ് ആനയെ ബുക്ക് ചെയ്യാനെത്തിയപ്പോൾ പരിചയപ്പെട്ട 15-കാരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. കുട്ടിയുടെ മാതാപിതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒളിവിൽ പോയ ഇയാളെ കുന്നംകുളം CI CR സന്തോഷിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. സംഘത്തിൽ ASI ശ്രീകുമാർ, പോലീസുകാരായ ആശിഷ്, ആരിഫ്, ഷൈൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ വഴിയരികിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികയെ രക്ഷിച്ച ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നാട്ടിലും സ്കൂളിലും താരമായി. സ്കൂളിലെത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി, വൈസ് ചെയർമാൻ KP വിനോദ് എന്നിവർ അനാമികയെ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രത്യേക അസംബ്ലി ചേർന്ന് സ്കൂൾ അധികൃതരും സഹപാഠികളും അനാമികയ്ക്ക് അനുമോദനം നേർന്നു. നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ അനാമികയെ പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് ആന്റോ തോമസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ദേവൻ, കൗൺസിലർമാരായ പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ അനുമോദനം നേർന്നു. ചാലക്കുടി നഗരത്തിലും പോട്ട മേഖലയിലും ഓട്ടോറിക്ഷയിൽ വിദേശമദ്യം വിറ്റിരുന്നയാൾ അറസ്റ്റിൽ. പോട്ട തെക്കേടത്ത് വീട്ടിൽ സതീഷിനെയാണ് SI ജയേഷ് ബാലനും സംഘവും പിടികൂടിയത്. ഇയാളുടെ ഓട്ടോയിലെ അറയിൽ നിന്ന് 10 കുപ്പി വിദേശമദ്യം പിടികൂടി. അവധി ദിവസങ്ങളിലായിരുന്നു കൂടുതൽ കച്ചവടം. 150 രൂപ മുതൽ 200 രൂപ വരെ ഒരു കുപ്പിക്ക് ലാഭത്തിനാണ് ഇയാൾ വിറ്റിരുന്നത്. ASI ഡേവിസ്, സീനിയർ CPO KA ജോയ്, KK ഷാജു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അസാമാന്യ കർമ്മകുശലതയും അപാരമായ നേതൃപാടവവും കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന ലീഡർ K. കരുണാകരൻ വിട പറഞ്ഞിട്ട് 7 വർഷം. ലീഡർ K. കരുണാകരന്റെ ജീവിതവുമായി കൂട്ടിവായിക്കാതെ കേരളത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയെപ്പറ്റി ചിന്തിക്കാനാവില്ല. ജനകീയ സമരങ്ങളിൽ നിരന്തരം ഇടപെട്ടും മുന്നണി പോരാളിയായും തൃശൂരിന്റെ തട്ടകത്തിൽ നിന്നാണ് ലീഡർ ദേശീയ രാഷ്ട്രീയത്തോളം വളർന്നത്. നഗരസഭാംഗം, നിയമസഭാംഗം, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, അങ്ങനെ ലീഡർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായി മാറി. കസേരയിൽ ലീഡറാണെങ്കിൽ വാക്കുകൾക്ക് കല്ലിൽ കുത്തിയ ശക്തിയുണ്ടായിരുന്നു. ഇച്ഛാശക്തിയും പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള കരുത്തും ലീഡർ എന്നും പ്രകടിപ്പിച്ചു. ലീഡർ എന്ന് കേട്ടാൽ ആരാധനയോടെ കൂടെ നിൽക്കാൻ വലിയൊരു കൂട്ടം അണികൾ എന്നുമുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും ലീഡറിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എതിർഭാഗത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാനും അവരോട് ബഹുമാനത്തോടെ സംസാരിക്കാനും ലീഡർ നിഷ്കർഷ പുലർത്തിയിരുന്നു. ന്യായമായ കാര്യങ്ങളെ കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എതിർക്കാൻ അദ്ദേഹം ഒരിക്കലും മുതിർന്നില്ല. എതിർപക്ഷത്തിൻ്റെ നല്ല അഭിപ്രായങ്ങൾ മാനിക്കാനും സദാ അദ്ദേഹം തയ്യാറായിരുന്നുവെന്ന് പ്രതിപക്ഷ കക്ഷികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 2010 ഡിസംബർ 23 ലീഡറുടെ വിയോഗം. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങവേ നടുക്കമുള്ള വാർത്തയായി ലീഡറുടെ വേർപാട്.
ലീഡറുടെ ആഗ്രഹം പോലെ തന്നെ പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ തൻ്റെ പ്രിയ പത്നിക്കരികിൽ കെ കരുണാകരൻ നിത്യവിശ്രമം തേടി. കെ കരുണാകരനെപ്പോലെ മറ്റൊരു ലീഡർ ഇനിയൊരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുകയില്ല. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. വിദേശമദ്യ വിൽപ്പന നടത്തിയ അഭിഭാഷകനെ ചേർപ്പ് എക്സൈസ് പിടികൂടി. പെരിങ്ങോട്ടുകര കോണഞ്ചേരി ശൈലൻ എന്ന ശൈലേന്ദ്രനാഥിനെയാണ് ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 5 ലിറ്ററോളം വിദേശമദ്യവും മറ്റ് ഉപകരണങ്ങളും വിൽപ്പന തുകയായ 6100 രൂപയും പിടികൂടി. തൃശൂർ കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുവരുന്ന ഇയാൾക്ക് തമിഴ്നാട് സ്വദേശികളായ സഹായികളുമുണ്ട്. 3 ലിറ്റർ വിദേശമദ്യം വാങ്ങി സ്വന്തം വീട് കേന്ദ്രീകരിച്ച് 180, 250 മില്ലി ലിറ്റർ വീതം ചെറിയ കുപ്പികളിലാക്കി 200, 300 രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. KS സതീഷ് കുമാർ, KU ബൈജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KK വത്സൻ, TJ ജോജോ, ഡെൽസൺ K ഡേവിസ്, P ശശികുമാർ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറ പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പോലീസ്. അപ്രതീക്ഷിത ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. ലോക റെക്കോർഡിലേക്ക് ചുവടുവെച്ച് തൃശൂരിന്റെ മാർഗം കളി. 1200 പേർ അണിനിരുന്ന മെഗാ മാർഗം കളി അരങ്ങേറിയത് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ. കൊടകര 110 kV സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിക്ക് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ 2 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ 6 നിലപ്പന്തലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രധാന വേദിയിൽ സജ്ജമാക്കുന്നത് 8000 പേർക്കിരിക്കാവുന്ന ഓലപ്പന്തൽ. ബോൺനത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഈ മാസം 27 നടത്തുമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കൂടുതൽ കാരുണ്യത്തിന്റെ മുഖം നൽകുന്ന ബോൺനത്താലെയായിരിക്കും ഇക്കുറി നടത്തുകയെന്നും മാർ താഴത്ത്. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന മേഖലയായി മാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതി ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്നത് തുമ്പൂർമൊഴിയിൽ. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറ പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പോലീസ്. അപ്രതീക്ഷിത ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. ക്രിസ്മസ് ആഘോഷവും അവധി ദിനങ്ങളും കണക്കിലെടുക്കാതെ മുതുവറ സെന്ററിൽ ആരംഭിച്ച റോഡ് നിർമ്മാണം യാത്രക്കാരെ ദുരിതത്തിലാക്കിയത് TCV കഴിഞ്ഞ 2 ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രിസ്മസ്, പുതുവത്സരാഘോഷ ദിനങ്ങൾക്കൊപ്പം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂടി വന്നെത്തുന്നത് കണക്കിലെടുക്കാതെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വ്യാപക പരാതിക്കാണ് ഇടയാക്കിയത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഗതാഗത ക്രമീകരണം നടത്തുന്നതിനായി പോലീസിനെ പോലും അറിയിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. ഇതുമൂലം മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് പുഴയ്ക്കൽ മുതുവറ റോഡിൽ ഉണ്ടാകുന്നത്. നേരത്തെ പുഴയ്ക്കൽ മുതുവറ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പുഴയ്ക്കൽ മുതുവറ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പേരാമംഗലം SI P ലാൽകുമാർ അറിയിച്ചു. ഇത് സംബന്ധിച്ച കത്ത് പൊതുമരാമത്ത് വകുപ്പിന് ഉടൻ കൈമാറുമെന്നും SI അറിയിച്ചു. അതിനിടെ നഗരം ക്രിസ്മസ് ആഘോഷ ലഹരിയിലേക്ക് കടന്നതോടെ തൃശൂർ നഗരവും പരിസര പ്രദേശങ്ങളും ഗതാഗത കുരുക്കിലായി. അപ്രതീക്ഷിതമായുണ്ടായ കുരുക്കിൽ പ്രസിഡന്റാകാനുള്ള നിയോഗമാണ് ഇപ്പോഴുണ്ടായത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറ പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുമെന്ന് പോലീസ്. അപ്രതീക്ഷിത ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. ലോക റെക്കോർഡിലേക്ക് ചുവടുവെച്ച് തൃശൂരിന്റെ മാർഗം കളി. 1200 പേർ അണിനിരുന്ന മെഗാ മാർഗം കളി അരങ്ങേറിയത് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ. കൊടകര 110 kV സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിക്ക് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ 2 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി വിലയിരുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ 6 നിലപ്പന്തലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രധാന വേദിയിൽ സജ്ജമാക്കുന്നത് 8000 പേർക്കിരിക്കാവുന്ന ഓലപ്പന്തൽ.
ബോണ്ണത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഈ മാസം 27 നടത്തുമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കൂടുതൽ കാരുണ്യത്തിന്റെ മുഖം നൽകുന്ന ബോണ്ണത്താലെയായിരിക്കും ഇക്കുറി നടത്തുകയെന്നും മാർ താഴത്ത്. തുമ്പൂർ മൊഴി വിനോദസഞ്ചാര കേന്ദ്രം സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന മേഖലയായി മാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതി ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്നത് തുമ്പൂർ മൊഴിയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ ലൂക്കാസ്,